ഹലോ, ജോക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാനും സ്വത്തും കൂടി സ്റ്റേജ് ഡെക്കോറിനുള്ള സാധനങ്ങൾ അന്വേഷിച്ചിറങ്ങിയ വീഡിയോ ആണ് കേട്ടോ അത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ സ്വയം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ജോക്കുവിനും മാളുട്ടിക്കും എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവർ എക്സാമിന് പറഞ്ഞയച്ചതിന് ശേഷം ഞാനും സ്വത്തും കൂടിയിട്ട് സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ അൽറോനാക്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അൽറോനാക്കിൽ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഓഫർ തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഈ ചെല്ലുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചെന്നപ്പോഴേക്കും പാർട്ടി ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ വളരെ കുറവായിരുന്നു. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തീം കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. അത് കാരണം അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർട്ടി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡെക്കറേഷൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഓപ്പണിംഗ് ടൈം 10 o'clock ആണ്. അപ്പോൾ അത് കാരണം അത്രയും നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ ലുലുവിൽ വന്നു. ലുലുവിൽ പിന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എന്തൊക്കെ വാങ്ങണം എന്നുള്ളത് ഞങ്ങൾ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നോക്കിയത്. കാരണം നമ്മുടെ കയ്യിൽ ടൈം തീരെയില്ല. ജോക്കുവിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കായ സ്പേസ്, സ്റ്റാർസ്, സ്കൈ റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് തീം കളറാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തീം കളറിലുള്ള ബലൂൺസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. ബലൂൺ ഫില്ല് ചെയ്യാനായിട്ട് ആദ്യം നോർമൽ എയർ പമ്പ് എടുത്തെങ്കിലും പിന്നീട് ഞങ്ങളത് മാറ്റി ഓട്ടോമാറ്റിക് എയർ പമ്പ് മെഷീൻ എടുത്തു കേട്ടോ. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുത്തുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സമയത്തിന് ചെയ്ത് കഴിയുമോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു ടെൻഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ പാർട്ടി ഹാളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.